ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് മീനൊക്കെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല മീനില്ലാത്ത അസല് മീൻകറി വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് മീനില്ലാത്ത നല്ല അസല് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കറി ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ഉലുവ, പൊടിച്ചതല്ല അല്ലാതെ മുഴുവനെയുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട, എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു പച്ചമുളക് നല്ല നീളത്തിൽ കീറിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ മുളകാണെങ്കിൽ 2 മുളക് വരെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 8-10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. സവാള ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ വേണ്ട, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നീളത്തിലരിഞ്ഞത്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി കുക്കാവുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ടുന്ന അരപ്പൊക്കെ ഒന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഒരുപാടാകണ്ട. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ കൂടുതൽ ചേർക്കാം. നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 കൊച്ചുള്ളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയൊക്കെ കുക്കായി വന്നൊന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉടനെ വെള്ളം ചേർക്കേണ്ട. ഈ അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അരപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ പൊടികളൊക്കെ വഴറ്റിയെടുക്കാതെയാണല്ലോ ചേർത്തത്. അപ്പോൾ ഒരു പച്ച ഇത് വരാതിരിക്കാനായിട്ട് ഇത് അരപ്പ് ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി നല്ല പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന് കണക്കൊന്നുമില്ല, നമുക്ക് വേണ്ടുന്ന ആ ഒരു ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരപ്പരയ്ക്കുന്ന ടൈമിൽ വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ചേർത്തില്ല, ഈ ഒരു ടൈമിലാണ് ചേർക്കുന്നത്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി കണ്ടോ, ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് ഇതിൻ്റെ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് നമ്മളുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്താൽ മതി. നമ്മൾ സാധാരണ മീൻകറിയിലൊക്കെ ചേർക്കുന്ന അത്രയും ഉലുവാപ്പൊടിയുടെ ആവശ്യമില്ല. ഒരു പിഞ്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ലാസ്റ്റ് മീൻകറിയിലൊക്കെ ചെയ്യുന്ന കൂട്ട് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ആ ടൈമിൽ ക്യാമറ ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നല്ല അസൽ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചോറിനൊപ്പം കഴിക്കാൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഈ അരപ്പ് ചേർക്കുന്ന ടൈമിൽ ഒന്നുകിൽ നമ്മളുടെ കറിക്കായ ഉണ്ടല്ലോ, കറിക്കായ അത് അല്ലെങ്കിൽ ചേന ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കറി ഒന്നുകൂടി ഒന്ന് തിക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ ടേസ്റ്റും അതിനനുസരിച്ചിട്ട് കൂടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്